2016 അമേരിക്കയിലെ നെവാഡ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു ഒരു വിനോദസഞ്ചാര സംഘം. വിജനമായ ആ പാതയിൽ അവർക്ക് വഴിതെറ്റി. ദൂരെ കണ്ട ഒരു മൺറോഡിലൂടെ അവർ മുന്നോട്ട് നീങ്ങി. എന്നാൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആ മരുഭൂമിയുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് എവിടെ നിന്നെന്നില്ലാതെ സൈനിക വാഹനങ്ങൾ അവർക്ക് മുന്നിൽ പാഞ്ഞെത്തി. മുഖം മറച്ച് അത്യാധുനിക ആയുധങ്ങൾ കൈവശമുള്ള സൈനികർ ആ വാഹനത്തെ വളഞ്ഞു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തോക്കിൻ മുനയിൽ അവരെ തടഞ്ഞുവെച്ചു. അവർക്ക് മനസ്സിലായില്ല തങ്ങൾ ചെയ്ത തെറ്റെന്താണെന്ന്. വെറുമൊരു മരുഭൂമിയിലെ വരണ്ട ഭൂമിക്ക് ഇത്രയേറെ കാവലോ? എന്തിനാണ് ആ സൈനികർ ഇത്രയധികം പരിഭ്രമിക്കുന്നത്? അവിടെ ആകാശത്ത് കാണുന്ന വിചിത്രമായ വെളിച്ചങ്ങൾ എന്താണ്? എന്തിനെയാണ് അമേരിക്കൻ ഗവൺമെന്റ് ലോകത്തിന് മുന്നിൽ നിന്നും മറച്ചു പിടിക്കുന്നത്? ലോകം ഭയത്തോടെയും അതിലേറെ കൗതുകത്തോടെയും നോക്കിക്കാണുന്ന ആ നിഗൂഢ കേന്ദ്രത്തിന്റെ പേരാണ് ഏരിയ 51. ഇതിന്റെ അതിർത്തികളിൽ സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളിൽ ഒരു മുന്നറിയിപ്പുണ്ട്. അതിക്രമിച്ചു കയറുന്നവരെ വെടിവെക്കാൻ അനുമതിയുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്തെ സൈനിക താവളത്തിന് എന്തിനാണ് ഇത്രയേറെ രഹസ്യാത്മകത? അവിടെ ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്താത്ത എന്ത് സത്യമാണ് അമേരിക്ക ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? 1955 ശീതയുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരുന്ന കാലത്താണ് ഈ പ്രദേശം ഒരു രഹസ്യ കേന്ദ്രമായി മാറുന്നത്. അമേരിക്കയുടെ ചാരവിമാനങ്ങൾ ആരുമറിയാതെ പരീക്ഷിക്കുക എന്നതായിരുന്നു പ്രാഥമിക ലക്ഷ്യം. എന്നാൽ 2013 വരെ ഇങ്ങനെ ഒരു സ്ഥലം നിലവിലുണ്ടെന്ന് സമ്മതിക്കാൻ അമേരിക്കൻ ഏജൻസിയായ CIA തയ്യാറായിരുന്നില്ല. ഈ മൂടിവെക്കലാണ് ഏരിയ 51നെ ചുറ്റിപ്പറ്റി അനേകം കഥകൾ ജനിക്കാൻ കാരണമായത്. അവിടുത്തെ തൊഴിലാളികൾ പോലും ജാനറ്റ് എയർലൈൻസ് എന്നറിയപ്പെടുന്ന ജനലുകളില്ലാത്ത പ്രത്യേക വിമാനങ്ങളിലാണ് അവിടെ എത്തിച്ചേരുന്നത്. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു രഹസ്യ നഗരം തന്നെ ആ മരുഭൂമിക്കടിയിലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ബോബ് ലാസർ എന്ന ഭൗതിക ശാസ്ത്രജ്ഞൻ ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ താൻ അവിടെ ജോലി ചെയ്തിരുന്നതായും അന്യഗ്രഹ ജീവികളുടെ 9 പറക്കും തളികകൾ അവിടെ കണ്ടതായും വെളിപ്പെടുത്തി. മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് അവ പ്രവർത്തിക്കുന്നതെന്നും ഗുരുത്വാകർഷണത്തെ പോലും നിയന്ത്രിക്കാൻ അവയ്ക്ക് കഴിയുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അന്ന് ഭ്രാന്തൻ എന്ന് വിളിച്ച് പലരും തള്ളിക്കളഞ്ഞെങ്കിലും വർഷങ്ങൾക്കിപ്പുറം ശാസ്ത്രം കണ്ടെത്തിയ എലമെന്റ് 115നെ കുറിച്ച് അന്ന് ലാസർ കൃത്യമായി പറഞ്ഞിരുന്നത് ഇന്നും ഗവേഷകരെ അത്ഭുതപ്പെടുത്തുന്നു. 1947 വിഖ്യാതമായ റോസ്വെൽ സംഭവമാണ് മറ്റൊരു പ്രധാന കണ്ണി. അവിടെ തകർന്നു വീണത് ഒരു അന്യഗ്രഹ പേടകമാണെന്നും അതിലുണ്ടായിരുന്ന ജീവികളുടെ മൃതദേഹങ്ങൾ ഏരിയ 51-ലെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയെന്നും വിശ്വസിക്കുന്നവർ അനവധിയാണ്. ഇതിനെ സാധൂകരിക്കുന്ന രീതിയിൽ പലപ്പോഴും ഏരിയ 51 മുകളിൽ വിചിത്രമായ വെളിച്ചങ്ങളും പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന പറക്കും വസ്തുക്കളും ജനങ്ങൾ കണ്ടിട്ടുണ്ട്. അവ വെറും അത്യാധുനിക വിമാനങ്ങളാണോ അതോ ഭൂമിക്ക് പുറത്തുനിന്നുള്ള അതിഥികളാണോ എന്നത് ചോദ്യം ഇന്നും അവശേഷിക്കുന്നു. ഏരിയ 51ന്റെ സുരക്ഷ എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കടുത്തതാണ്. കിലോമീറ്ററുകൾക്കപ്പുറം തന്നെ മോഷൻ സെൻസറുകളും ഇമേജിംഗ് ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ക്യാമോ ഡ്യൂഡ്സ് എന്നറിയപ്പെടുന്ന സായുധരായ കാവൽക്കാർ 24 മണിക്കൂറും അവിടെ നിരീക്ഷണം നടത്തുന്നു. ആകാശമാർഗവും കടുത്ത നിയന്ത്രണത്തിലാണ്. അമേരിക്കൻ പ്രസിഡന്റിന് പോലും അവിടുത്തെ എല്ലാ രഹസ്യങ്ങളും അറിയാൻ അധികാരമില്ലെന്നതാണ് മറ്റൊരു വസ്തുത. എന്തിനാണ് അമേരിക്ക ഇത്രയേറെ ഭയപ്പെടുന്നത്? ലോകമറിഞ്ഞാൽ തകർന്നു പോകുന്ന എന്ത് സത്യമാണ് ആ മതിൽക്കെട്ടുകൾക്കുള്ളിലുള്ളത്? ശാസ്ത്രവും വിശ്വാസവും ഗൂഢാലോചന സിദ്ധാന്തങ്ങളും തമ്മിലുള്ള യുദ്ധം ഇവിടെ അവസാനിക്കുന്നില്ല. ചിലപ്പോൾ ഇതൊരു സാധാരണ സൈനിക പരീക്ഷണശാലയാകാം, അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന അന്യഗ്രഹ സാങ്കേതിക വിദ്യയുടെ കേന്ദ്രമാകാം.
സത്യം എന്തുതന്നെയായാലും ഏരിയ 51-ന് ചുറ്റുമുള്ള നിഗൂഢതയുടെ മൂടുപടം ഇനിയും നീങ്ങാനിരിക്കുന്നതേയുള്ളൂ. ഒരുപക്ഷെ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കല്ല എന്നതിൻ്റെ വലിയൊരു തെളിവ് ആ മരുഭൂമിയിലെ മണൽത്തെരികൾക്കിടയിൽ ഒളിഞ്ഞിരിപ്പുണ്ടാകാം.